ബാങ്കിൽ നിന്നും ലഭിക്കുന്ന പലിശ പണം എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യം ധാരാളം ആളുകൾ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇൻഷാ അല്ലാഹ് ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാനാണ് നാം ശ്രമിക്കുന്നത്. പൊതുവേ നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, പലിശ എന്നുള്ളത് ഇസ്ലാം കഠിനമായ രൂപത്തിൽ തന്നെ നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യമാണ്. പലിശ കൊടുക്കാനോ വാങ്ങാനോ ഒന്നും തന്നെ നമുക്ക് പാടില്ലാത്തതാണ് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ പണം നിക്ഷേപിക്കുന്ന വിഷയത്തിൽ നമുക്ക് ചില നിർബന്ധിതാവസ്ഥകളുണ്ട്. ധാരാളം പണം നമുക്ക് വീടുകളിൽ സൂക്ഷിക്കുക സാധ്യമല്ല. അതേപോലെ തന്നെ പല നിലക്കുമുള്ള നിയമപ്രശ്നങ്ങൾ ആ വിഷയത്തിലുണ്ട്. അത്തരം സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലുമാണ് നമ്മുടെ പണം നമുക്ക് ബാങ്കിൽ നിക്ഷേപിക്കേണ്ടി വരുന്നത്. അങ്ങനെ ഒരു നിർബന്ധിതാവസ്ഥയുണ്ടാകുമ്പോൾ ബാങ്കിൽ അങ്ങനെ പണം നിക്ഷേപിക്കുന്നതിന് വിരോധമില്ല. സൂറത്തുൽ അൻആമിലെ 119 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വഖദ് ഫസ്സല ലക്കും മാ ഹറമ അലൈക്കും ഇല്ലാ മദ്തുരിർതും ഇലൈഹി, നിങ്ങൾക്ക് നിഷിദ്ധമായ കാര്യങ്ങളൊക്കെ അള്ളാഹു കൃത്യമായി വിശദീകരിച്ച് തന്നിട്ടുണ്ട്, എന്നാൽ ചില നിർബന്ധിത സാഹചര്യങ്ങൾ ഒഴികെ. അപ്പോൾ ഈ നിലക്ക് ഓരോ രാജ്യത്തിൻ്റെയും നിയമമനുസരിച്ച് ബാങ്കുകളുമായി ബന്ധപ്പെടുക എന്നുള്ളത് നിർബന്ധിതമായി തീരുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ നമ്മൾ ബാങ്കിൽ പണം നിക്ഷേപിക്കുമ്പോൾ ലഭിക്കുന്ന പലിശയെ സംബന്ധിച്ചാണ് ഇവിടെ ചർച്ച. എന്നാൽ അതിനപ്പുറത്ത് പലിശ ലഭിക്കാൻ വേണ്ടി ബാങ്കിൽ പണം നിക്ഷേപിക്കുന്ന ചില ആളുകളുണ്ട്. അവരുടെ കൈകളിൽ ഏതെങ്കിലും നിലക്ക് ഒരു എമൗണ്ട് വന്നാൽ, ഒരു സ്ഥലം വിറ്റു ഒരു പണം വന്നു, അല്ലെങ്കിൽ കച്ചവടത്തിൽ ഒരു ലാഭമുണ്ടായി, അങ്ങനെ കയ്യിൽ കുറച്ച് പണം വന്നു, അങ്ങനെ ഏത് നിലക്കാകട്ടെ കയ്യിൽ കുറച്ച് പണം വന്നാൽ അത് ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുകയും എന്നിട്ട് അതിൽ നിന്ന് ലഭിക്കുന്ന പലിശ എടുത്തുകൊണ്ട് തങ്ങളുടെ ജീവിത ചെലവ് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അത് ഒരിക്കലും പാടില്ലാത്തതാണ്, വളരെ വ്യക്തമായ ഹറാമാണ്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ 275, 276 ആയത്തുകൾ, അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അല്ലദീന യഅകുലൂന الرിബ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമു അല്ലദീ യതഖബ്ബതുഹു അശ്ശൈത്വാനു മിനൽ മസ്. പലിശ തിന്നുന്ന ആളുകൾ പിശാചുബാധയേറ്റവൻ മറിഞ്ഞു വീണ് എഴുന്നേൽക്കുന്നത് പോലെയാണ് ഖിയാമത്ത് നാളിൽ എഴുന്നേൽക്കുക. ദാലിക ബിഅന്നഹും ഖാലൂ ഇന്നമൽ ബൈഉ മിസ്ലു റിബ, കാരണം അവർ പറഞ്ഞു കച്ചവടവും പലിശയും ഒരേ ഇനമാകുന്നു. എന്നാൽ അള്ളാഹു പറയുന്നു വ അഹല്ലല്ലാഹുൽ ബൈഅ വ ഹറമ റിബ, അള്ളാഹു കച്ചവടം അനുവദിച്ചിട്ടുണ്ട്, പലിശ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൈകളിൽ വല്ല പണവുമുണ്ടെങ്കിൽ അത് ബിസിനസ്സിൽ ഇറക്കിക്കൊണ്ടാണ് നമ്മൾ പണമുണ്ടാക്കേണ്ടത്. അതല്ലാതെ ബാങ്കിൽ നിക്ഷേപിച്ചോ അതല്ലെങ്കിൽ പലിശ ലഭിക്കുന്ന ഏതെങ്കിലും സംവിധാനങ്ങളിൽ നിക്ഷേപിച്ച് അതിൻ്റെ പലിശ വാങ്ങി ചെലവ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് വളരെ വലിയ കുറ്റകൃത്യവും ഹറാമുമാണ്, നിഷിദ്ധമാണ്. ആ നിലക്ക് ബാങ്കുകളെ നമ്മൾ സമീപിക്കാൻ പാടില്ല. എന്നാൽ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള ചില നിർബന്ധിതാവസ്ഥകളിൽ ബാങ്കിൽ പണം നിക്ഷേപിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടാകും. അപ്പോൾ പലിശയായി ലഭിക്കുന്ന പണം അത് എന്ത് ചെയ്യണമെന്നതാണ് ഇവിടെ ചോദ്യം. പ്രധാനമായും 4 വാദങ്ങളാണ് ഈ വിഷയത്തിലുള്ളത്. അതിൽ ഒരേ ഒരു വാദം മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഏതാണ് ഈ 4 വാദങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്ന്, അങ്ങനെ പലിശയായി ലഭിക്കുന്ന പണം നമുക്ക് എടുക്കാം, നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്ന് ചില അറിവില്ലാത്ത ആളുകൾ വാദിക്കുന്നു. അവർ തെളിവാക്കുന്നത് എന്താണ്? ഇത് നമ്മൾ ആവശ്യപ്പെട്ടിട്ട് നൽകുന്നതൊന്നുമല്ലല്ലോ, മറിച്ച് നമ്മൾ പണം നിക്ഷേപിച്ചതുകൊണ്ട് ബാങ്കിന് തരൽ നിർബന്ധിതമായി. അതുകൊണ്ട് തന്നെ നമ്മൾ അറിഞ്ഞുകൊണ്ട് പലിശ തിന്നുന്നൊരവസ്ഥയല്ല, അവർ തരുന്നു, നമ്മൾ എടുക്കുന്നു, അതിനെന്താണ് കുഴപ്പം എന്ന് ചോദിക്കുന്നവരുണ്ട്. എന്നാൽ അവരോട് നമുക്ക് പറയാനുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, ലഅന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകില റിബ വ മുകിലഹു, പലിശ തിന്നുകയും അത് തീറ്റിക്കുകയും ചെയ്യുന്നവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ ശപിക്കുക എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിക്കുന്നത് പോലെ തന്നെയാണ്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വദറൂ മാ ബഖിയ മിനർ റിബ ഇൻ കുൻതും മുഅ്മിനീൻ, ഈമാനുള്ളവരെ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണം, നിങ്ങൾ പലിശയിൽ നിന്നുള്ളത് നിങ്ങൾ ഉപേക്ഷിക്കുകയും വേണം.
നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലുർ റിബ അദ്ആഫൻ മുളാഅഫ, വിശ്വാസികളെ നിങ്ങൾ പലിശ ഇരട്ടിയായി തിന്നാൻ പാടില്ല. അപ്പോൾ പലിശ വാങ്ങരുത്, അത് തിന്നരുത്, അത് ഉപയോഗിക്കരുത് എന്ന് പരിശുദ്ധ ഖുർആനിലെ ധാരാളം ആയത്തുകളിലൂടെയും സ്വഹീഹായ ഹദീസുകളിലൂടെയും വ്യക്തമാക്കപ്പെട്ട കാര്യമാണ്. വ്യഭിചാരത്തേക്കാൾ ഗൗരവം ചില സന്ദർഭങ്ങളിൽ പലിശക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചതായി കാണാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അങ്ങനെയുള്ള പലിശയിൽ നിന്ന് എടുത്തുകൊണ്ട് നമ്മുടെ സ്വന്തം ആവശ്യത്തിനോ നമ്മുടെ കീഴിൽ നമ്മൾ ചെലവിന് കൊടുക്കാൻ നിർബന്ധിതരായ ആളുകൾക്കോ കൊടുക്കരുത്. നമ്മുടെ ഇണകൾ, നമ്മുടെ മക്കൾ, നമ്മുടെ മാതാപിതാക്കൾ, അങ്ങനെ നമ്മൾ ചെലവിന് കൊടുക്കാൻ നമുക്ക് ബാധ്യതയുള്ള ആളുകൾക്ക് ഒരിക്കലും ആ പലിശയിൽ നിന്ന് നമ്മൾ എടുത്ത് അവരെ തീറ്റിക്കരുത്. ഖുർആനിലും ഹദീസിലും അത് വ്യക്തമായി വന്ന വിഷയമായതിനാൽ അതിൽ സഹോദരങ്ങളെ നമ്മൾ ഒരിക്കലും ന്യായീകരണം കണ്ടെത്താൻ പാടില്ലാത്തതാണ്. രണ്ടാമതൊരു വാദം എന്നുള്ളത് ആ പലിശ നമ്മൾ എടുക്കേണ്ടതില്ല, അത് ബാങ്കിൽ തന്നെ അവിടെ വെച്ചേക്കുക, നമ്മുടെ പണം മാത്രം നമുക്ക് തിരികെ വാങ്ങാം, പലിശയായിട്ടുള്ളത് ബാങ്കിൽ തന്നെ വെക്കുക എന്നുള്ളൊരു വാദം. യഥാർത്ഥത്തിൽ അസ്ലിയായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന കാര്യം വദറൂ മാ ബഖിയ മിനർ റിബ, നിങ്ങൾക്ക് പലിശ ഇനത്തിൽ നിന്ന് ബാക്കി കിട്ടാനുള്ളത് നിങ്ങൾ ഉപേക്ഷിക്കുക, അത് വാങ്ങരുത് എന്നാണ്. അത് യഥാർത്ഥത്തിൽ വ്യക്തികളിൽ നിന്നാണ് ആ ഒരു വിഷയമുള്ളത്. എന്നാൽ ബാങ്കിൽ നിന്ന് നമ്മൾ അതല്ലാത്ത മറ്റു കാരണങ്ങൾ കൊണ്ട് ആ പണം പിൻവലിച്ചേ മതിയാകൂ എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. കാരണം എന്താണ്? അങ്ങനെ നമുക്കറിയാം, ലോകത്ത് ധാരാളക്കണക്കിന് ലക്ഷോപലക്ഷം മുസ്ലിമീങ്ങളുണ്ട്. അവരുടെ പണം അധികവും ബാങ്കുകളിലുണ്ട്. അതിൽ വളരെ വ്യക്തമായ ഒരു വലിയ എമൗണ്ട് തന്നെ പലിശയായി വരികയും ചെയ്യുന്നതാണ്. ഈ പണം നമ്മളവിടെ നിക്ഷേപിക്കുകയാണെങ്കിൽ പലപ്പോഴും ആ പണം തെറ്റായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുന്ന സാഹചര്യം തീർച്ചയായും ഉണ്ടാകും. അതിന് നമ്മുടെ പണം ഒരിക്കലും കാരണമായിക്കൂടാ. അതിലൊന്നാമത്തത് ബാങ്ക് തന്നെ. യഥാർത്ഥത്തിൽ പലിശയുമായി ബന്ധപ്പെട്ട ഏർപ്പാടുകൾ ഇസ്ലാമിൽ നിഷിദ്ധമാണല്ലോ. എന്നാൽ ബാങ്കിൻ്റെ വ്യവസ്ഥയിൽ അത് പ്രവർത്തിക്കുന്ന ആളുകൾ, അതിനെ പ്രാവർത്തികമാക്കുന്ന ആളുകളൊന്നും അതിനെ നിഷിദ്ധമായി കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ മറ്റുള്ള പല കാര്യങ്ങളെയും അവർ നിഷിദ്ധമായി കാണാത്തവരായിരിക്കാം. അതുകൊണ്ട് നമ്മുടെ പണം കാരണമായി ഒരു തെറ്റായ കാര്യം ലോകത്ത് സംഭവിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, പുണ്യത്തിലും നന്മയിലും പരസ്പരം സഹകരിക്കുക, പാപത്തിലും ശത്രുതയിലും നിങ്ങൾ സഹകരിക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ പണമെല്ലാം തന്നെ പാപങ്ങൾക്കോ ശത്രുതക്കോ, അതൊരു പക്ഷേ ഇസ്ലാമിനെതിരിലായിരിക്കാം, മുസ്ലിമീങ്ങൾക്കെതിരിലായിരിക്കാം, അതല്ലെങ്കിൽ സമൂഹത്തിനെതിരിലായിരിക്കാം, ഏത് മേഖലയിലുമാകാൻ നമുക്ക് തീർച്ചപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത്തരം ഒരു വലിയ എമൗണ്ട് ബാങ്കുകളിൽ നിക്ഷേപിക്കപ്പെടുക, അതിന് നമ്മുടെ പണം കാരണമായി തീരുക എന്നുള്ളതൊക്കെ ഇസ്ലാം നിഷിദ്ധമാക്കിയ പല കാര്യങ്ങളും സംഭവിക്കുവാൻ കാരണമായി തീരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പണം കാരണമുണ്ടായിട്ടുള്ള ആ പലിശയെ നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? പിൻവലിക്കുന്നു. അപ്രകാരമാണ് വേണ്ടത് എന്നാണ് പണ്ഡിതന്മാർ മനസ്സിലാക്കി തന്നിട്ടുള്ളത്. സൂറത്തുൻ നിസാഇൽ 5-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വലാ തുഅ്തുസ് സുഫഹാഅ അംവാലക്കുമുല്ലതി ജഅലല്ലാഹു ലക്കും ഖിയാമ, നിങ്ങളുടെ നിലനിൽപ്പിന് ആധാരമായ പണം നിങ്ങൾ സുഫഹാകളെ അഥവാ വിഡ്ഢികളായ ആളുകളെ ഏൽപ്പിക്കരുത് എന്നാണ്. അപ്പോൾ പണം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാൻ പാടില്ലാത്ത, അതല്ലെങ്കിൽ അങ്ങനെ അറിയാത്ത കുട്ടികളായിട്ടുള്ള, അതല്ലെങ്കിൽ ബുദ്ധിശക്തിയില്ലാത്ത ആളുകൾക്കൊക്കെ കൊടുക്കരുത് എന്നാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. അതിൻ്റെ മഅനയിൽ തന്നെ വരുന്ന കാര്യമാണ് പണം എങ്ങനെ ചെലവഴിക്കപ്പെടും എന്ന് നമുക്കറിയാത്ത, ആ പണം കൊണ്ട് ആരും എന്തും ചെയ്തേക്കാം, നമുക്ക് ഉറപ്പില്ല. അത്തരമൊരു സാഹചര്യത്തിൽ നമ്മുടെ പണം അതിനൊരു കാരണമായി കൂടാ. അതുകൊണ്ട് നമ്മുടെ പണം കാരണമായിട്ടുണ്ടായിട്ടുള്ള ആ പലിശയെ അത് നമ്മൾ തന്നെ എടുക്കുകയും ഉപദ്രവകരമല്ലാത്തൊരു സ്ഥലത്തേക്കത് നിക്ഷേപിച്ചു, അതല്ലെങ്കിൽ കൊടുത്തു എന്ന് നമ്മൾ ഉറപ്പുവരുത്തുകയും വേണം. അല്ലാതെ അത് ബാങ്കിലിരിക്കുന്ന കാലത്തോളം നമുക്ക് ആ വിഷയത്തിൽ ഉറപ്പില്ല. അതുകൊണ്ട് ആ പണമെടുത്തുകൊണ്ട് അതിനെ ശരിയായ രൂപത്തിൽ നമ്മളതിനെ കൈകാര്യം ചെയ്തു എന്നുള്ള ഉറപ്പ് വരുത്തൽ നമുക്ക് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിനെ എടുത്തു കളയണം എന്ന് തന്നെയാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ബാങ്കിൽ തന്നെ നൽകുക എന്നുള്ളത് സുരക്ഷിതമായൊരു രീതിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമത്തൊരഭിപ്രായം, അങ്ങനെ ആ പണം എടുത്തിട്ട് നമ്മൾ ആ പണം നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ്. ആ പണം നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ്. ഇതും ശരിയായ ഒരു അഭിപ്രായമല്ല. കാരണം
പണം എന്നുള്ളത് സ്വന്തം നിലക്ക് മോശമായ ഒരു വസ്തുവല്ല. ഏതുപോലെ മദ്യം സ്വയം തന്നെ മോശമായൊരു വസ്തുവാണ്. അത് നമ്മൾ ഹലാലായ പൈസ കൊണ്ട് വാങ്ങിയാലും അത് മോശം തന്നെയാണ്. മയക്കുമരുന്ന് അത് സ്വയം തന്നെ മോശമായ ഒരു സംഗതിയാണ്. എന്നാൽ പണം എന്നുള്ളത് സ്വയം മോശമല്ല. അത് സമ്പാദിക്കുകയും വിനിയോഗിക്കുകയും ചെയ്യുന്ന രീതികളിൽ മാത്രമേ എന്ത് വരുന്നുള്ളൂ? നിഷിദ്ധം വരുന്നുള്ളൂ. പണം സ്വയം നിഷിദ്ധമായതോ മോശമായതോ ആയ ഒരു വസ്തുവല്ല. അതുകൊണ്ട് തന്നെ അതിനെ നശിപ്പിച്ച് കളയുക എന്നുള്ളത് കരണീയമല്ല. അതിന് ഇൻഷാ അല്ലാഹ് തെളിവ് ഞാൻ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കും. നാലാമത്തത്, അത് പാവങ്ങൾക്ക് നൽകുക. നമ്മളതെടുക്കുക, എന്നിട്ട് നാമോ നമ്മുടെ കുടുംബങ്ങളോ അഥവാ നമ്മൾ ചെലവിന് കൊടുക്കാൻ നിർബന്ധിതരായിട്ടുള്ള ആളുകൾക്കോ നമ്മൾ കൊടുക്കാതെ മറ്റു ഫക്കീറുകൾക്ക്, മിസ്കീനുകൾക്ക്, ആവശ്യക്കാരായ ആളുകൾക്ക്, പൊതു ആവശ്യങ്ങൾക്ക് നൽകുക. ഇതാണ് നാലാമത്തെ അഭിപ്രായം. ഈ പറഞ്ഞ 3ഉം 4ഉം എന്താണ് ചെയ്യേണ്ടത് എന്നതിന് വ്യക്തമായ ചില തെളിവ് നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്നാണ് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ആസിം ഇബ്നു കുലൈബ് തൻ്റെ പിതാവിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, അൻസാറുകളിൽപ്പെട്ട ഒരാൾ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബികളെയും ഒരു സ്ത്രീ സൽക്കരിച്ചു. ഒരു ആടിനെ അറുത്തുകൊണ്ട് നബിയെയും സഹാബികളെയും ആ സ്ത്രീ സൽക്കരിച്ചു. അങ്ങനെ ഭക്ഷണം വിളമ്പി സഹാബികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭക്ഷണം കഴിച്ച് തുടങ്ങിയാലേ സഹാബികൾ സാധാരണ ഭക്ഷണം കഴിക്കാറുള്ളൂ. കാരണം അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ എന്നവർ ആദ്യം പരിശോധിക്കും. അങ്ങനെ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ആടിൻ്റെ മാംസത്തിൽ നിന്ന് ഒരല്പം എടുത്ത് തൻ്റെ വായിലിട്ടു. അവിടെ സഹാബികൾ പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹുവ യലൂകു ലുഖ്മതഹു ലാ യുജീസുഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മാംസം വായിലിട്ടിങ്ങനെ ചവയ്ക്കുന്നു എന്നല്ലാതെ അള്ളാഹുവിൻ്റെ റസൂൽ അത് ഇറക്കുന്നത് കാണുന്നില്ല. അപ്പോൾ സഹാബികൾക്കും പ്രയാസമായി. അവരും ഭക്ഷണം കഴിക്കുന്നത് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ അന്വേഷിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അജ്ദു ലഹ്മ ഷാത്തിൻ ഉഖിദത് ബിഗൈരി ഇദ്നി അഹ്ലിഹ. ഈ ആട് അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ്റെ അനുവാദമില്ലാതെയാണ് എടുക്കപ്പെട്ടത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ഈ സ്ത്രീ മോഷ്ടിച്ചതൊന്നുമല്ല ഈ ആടിനെ, മറിച്ച് ഒരു വീട്ടിൽ നിന്ന് വാങ്ങിയതാണ്. പക്ഷേ ഈ ആടിനെ വാങ്ങിയ ഗൃഹനാഥൻ വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഭാര്യയാണ് ഇവർക്കതിനെ കൊടുത്തയച്ചത്. എന്നാൽ ഭർത്താവിനോട് സമ്മതം ചോദിച്ചിരുന്നില്ല. അദ്ദേഹമാകട്ടെ, അദ്ദേഹം വില കൊടുത്തു വാങ്ങിയതാണ്, അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഈ ആടിനെ ഇവർക്ക് നൽകിയത്. പക്ഷേ അദ്ദേഹത്തിന് അനുവാദമില്ല. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സൂക്ഷ്മത. അത് വാങ്ങിയ വ്യക്തിയുടെ അനുവാദം അവിടെ വാങ്ങിയിട്ടില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇത് ആ വ്യക്തിയുടെ അനുവാദമില്ലാത്ത ഒരു ആടാണ്. നോക്കൂ നിങ്ങളത് നുബുവത്തിൻ്റെ അടയാളമാണ്. വഹയിലൂടെ പ്രവാചകൻ അത് അറിയിക്കപ്പെട്ടതാണ്. അപ്പോൾ ആ സ്ത്രീ കാര്യം പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ആ ഭക്ഷണം കഴിച്ചില്ല, ആ മാംസം കഴിച്ചില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? അത്ഇമൂഹാ അൽ ഉസാറ. തടവുകാരായ ആളുകൾക്കത് ഭക്ഷണമായി കൊടുത്തോളൂ. റസൂൽ കഴിച്ചില്ല, സ്വഹാബികളും കഴിച്ചില്ല. എന്നാൽ തടവുകാരായ ആളുകൾക്ക് അത് നൽകുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെടുകയാണ്. ഇവിടെ നമുക്ക് 2 വിഷയങ്ങളിലാണ് തെളിവ് ലഭിച്ചിട്ടുള്ളത്. ഒന്ന്, അത് നശിപ്പിച്ച് കളയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. അത് വേസ്റ്റാക്കി കളയാൻ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സ്വയം ശുദ്ധീകരിക്കപ്പെട്ട ഒന്നിനെ ആ നിലക്ക് നശിപ്പിച്ച് കളയേണ്ടതില്ല. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് പാവങ്ങളായ ആളുകൾക്കും അല്ലെങ്കിൽ തടവുകാരായ ആളുകൾക്ക് കൊടുക്കുക. ഇത് തന്നെയാണ് പലിശ ഇനത്തിൽ ബാങ്കിൽ നിന്ന് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ പണ്ഡിതന്മാർ തെളിവായി പറഞ്ഞിട്ടുള്ളൊരു കാര്യം. അഥവാ പണം സ്വയം നശിപ്പിച്ച് കളയേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ആടിൻ്റെ മാംസം നശിപ്പിക്കാൻ പറഞ്ഞിട്ടില്ല. അതേ സന്ദർഭത്തിൽ ആവശ്യക്കാരായ പാവങ്ങളായ മറ്റുള്ളവർക്കത് കൊടുക്കാം. നമ്മൾ കഴിക്കുന്നില്ലെങ്കിലും മറ്റുള്ളവർക്ക് അത് കൊടുക്കാം. അതേപോലെ അതിനെ തെളിവാക്കിക്കൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, പലിശയുടെ പണം ഈ പറഞ്ഞ രൂപത്തിൽ ഫക്കീറുകളായ ആളുകൾക്ക്, ദരിദ്രരായ ആളുകൾക്ക്, പാവപ്പെട്ട ആളുകൾക്ക്, ആവശ്യക്കാരായ ആളുകൾക്ക്, മരുന്നിന് പ്രയാസപ്പെടുന്നവർക്ക്, വീട് വെക്കാൻ പ്രയാസപ്പെടുന്നവർക്ക്, അല്ലെങ്കിൽ പൊതു ആവശ്യങ്ങൾക്ക്, റോഡ് വെട്ടാൻ, പൊതുവായ പബ്ലിക്കായ ടോയ്ലറ്റുകൾ ഉണ്ടാക്കാൻ, അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ അത് ചെലവഴിക്കാവുന്നതാകുന്നു. അപ്പോൾ ഈ പറയപ്പെട്ട 4 അഭിപ്രായങ്ങളിൽ 4ാമത്തതാണ് ശരിയായ അഭിപ്രായം.
ഒന്ന്, ആ പലിശയുടെ പണം നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞത് അത് ഹറാമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഒരിക്കലും നമുക്കത് പാടില്ലാത്തതാണ്. ബാങ്കിൽ തന്നെ അത് വെക്കുക എന്ന് പറഞ്ഞാലും അപകടകരമായ ഒരു കാര്യമാണ്. പിന്നെ അത് നശിപ്പിച്ച് കളയുക എന്നതിന് അടിസ്ഥാനമില്ല. കാരണം അതങ്ങനെ നശിപ്പിക്കേണ്ടതല്ല, മറിച്ച് പാവങ്ങൾക്ക് നൽകുകയാണ് വേണ്ടത്. ആ വിഷയത്തിൽ വ്യക്തമായ തെളിവ് നമുക്ക് ലഭിക്കുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന, ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന പലിശപ്പണം ഈ പറഞ്ഞ രൂപത്തിൽ നമ്മളോ നമ്മളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളോ എടുക്കാതെ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പ്രസക്തമായ ചില ചോദ്യങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിനുകൂടി നമ്മൾ ഉത്തരം കണ്ടെത്തുകയാണ്. അതിലൊന്ന്, നമുക്ക് കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞത് എന്തുകൊണ്ട്? അത് വളരെ വ്യക്തമാണ്, അത് ഹറാമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത് എന്താണ്? കുലു മിമ്മാ ഫിൽ അർദി ഹലാലൻ ത്വയ്യിബ, ഹലാലായതും നല്ലതും മാത്രമേ നിങ്ങൾ ഭക്ഷിക്കുവാൻ പാടുള്ളൂ. പലിശ എന്നുള്ളത് ഹറാമാണ്. അപ്പോൾ നാം സ്വയം നമ്മുടെ പണം കൊണ്ട് പലിശ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മൾ എടുക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ഹറാമ് തന്നെയാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശിഷ്ടമായതും ഹലാലായതും കഴിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ഹറാമാണ്, നമുക്ക് പാടില്ലാത്തതാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം, ഇവിടെ നമ്മൾ ഫക്കീറുകൾക്കും മിസ്കീനുകൾക്കും കൊടുക്കുന്നുണ്ടല്ലോ, നമുക്ക് കഴിക്കാൻ പാടില്ലാത്തത് മറ്റുള്ളവർക്ക് കൊടുക്കാമോ? കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലെ 267-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, വലാ തയമ്മമുൽ ഖബീസ മിൻഹു തുൻഫിഖൂന വലസ്തും ബിആഖിദീഹി ഇല്ലാ അൻ തുഗ്മിദൂ ഫീഹി. കണ്ണു പൂട്ടിക്കൊണ്ടല്ലാതെ നിങ്ങൾ എടുക്കാത്ത ഒരു വസ്തു എന്ന് പറഞ്ഞാൽ മോശമായ ഒന്ന് സദക്ക ചെയ്യാൻ വേണ്ടി നിങ്ങൾ മാറ്റിവെക്കരുത്. അപ്പോൾ നിങ്ങൾ എടുക്കാത്ത ഒന്ന് മറ്റുള്ളവർക്ക് കൊടുക്കരുത് എന്ന് ഈ ആയത്തിലുണ്ടല്ലോ. യഥാർത്ഥത്തിൽ ഈ ആയത്തിൽ പറയുന്ന ആശയം അതല്ല. ഈ ആയത്തിൽ പറയുന്നത് ഒരു വസ്തു മോശമാണ്, സ്വയം മോശമാണ്. സ്വയം മോശമായതുകൊണ്ടാണ് നമ്മളതെടുക്കാത്തത്, അതല്ലാതെ ഹറാമായതുകൊണ്ടല്ല. ഹറാം എന്ന് പറയുന്നത് വിശിഷ്ട വസ്തുവാണെങ്കിലും അത് അനവദനീയമായ മാർഗത്തിലല്ലെങ്കിൽ അത് ഹറാമാണ്. ഉദാഹരണത്തിന് സ്വർണം വളരെ വിശിഷ്ടമായ ഒന്നാണ്, പക്ഷേ അത് ഹലാലായി തീരുക കൂടി ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഈ ആയത്തിൽ ഉദ്ദേശിക്കുന്നത് മോശമായ വസ്തുക്കളാണ്. ഉദാഹരണത്തിന് പഴകിയ ഭക്ഷണം, പഴകിയ വസ്ത്രം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള നാം ഒരിക്കലും സ്വീകരിക്കാത്ത, മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി നമ്മളത് മാറ്റിവെക്കുക, അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. മറ്റുള്ളവർക്കും നിങ്ങൾ നല്ലതാണ് കൊടുക്കേണ്ടത്. അതാണ് ഈ ആയത്തിൻ്റെ ഉദ്ദേശം. എന്നാൽ പണം എന്നുള്ളത്, കറൻസി എന്നുള്ളത്, അതല്ലെങ്കിൽ വെള്ളി, സ്വർണം എന്നുള്ളത് അതൊന്നും തന്നെ സ്വയം മോശമായ ഒന്നല്ല. നമ്മളത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് വ്യക്തിപരമായി എടുക്കുന്നതിൽ ചില നിയമ തടസ്സങ്ങൾ ഉള്ളതുകൊണ്ടാണ്. ശ്രദ്ധിക്കുക, നമുക്കത് ഉപയോഗിക്കാൻ പാടില്ല, അത് ഹറാമാണ്. എന്നാൽ നമ്മൾ മറ്റൊരാൾക്ക് കൊടുത്താൽ അയാളെ സംബന്ധിച്ചിടത്തോളം അത് ഹറാമല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്നു. അതാണ് ഇവിടെയുള്ള തത്വം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മദ്യം പോലെയോ മയക്കുമരുന്ന് പോലെയോ സ്വയം നിഷിദ്ധമായ ഒന്നല്ല പണം. അതാണ് അതിലെ ഒന്നാമത്തെ പോയിൻ്റ്. അതേപോലെ തന്നെ നമ്മളത് ഉപയോഗിക്കാത്തത് എന്താണ്? ഈ പലിശപ്പണം ലഭിക്കാനുള്ള കാരണം നമ്മുടെ മൂലധനമാണ്. അപ്പോൾ നമ്മുടെ പണത്തിലൂടെ ഉണ്ടായതാണ് ആ പലിശ. അതുകൊണ്ട് തന്നെ നമ്മളതിന് കാരണക്കാരായതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് നിഷിദ്ധമാണ്. എന്നാൽ നമ്മളത് മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ഈ പലിശയ്ക്ക് കാരണം അയാളല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അയാളോട് ഇത് പലിശയുടെ പണമാണ് എന്ന് പറയേണ്ടതില്ല. അത് വ്യക്തമാക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നമ്മളത് അദ്ദേഹത്തിന് കൊടുക്കുന്നു, ആവശ്യക്കാരൻ അത് വാങ്ങുമ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഹറാമ് വരുന്നില്ല. കാരണം നമ്മൾ കൊടുത്തു എന്നതുകൊണ്ടാണ് അയാൾ വാങ്ങുന്നത്. അയാളെ സംബന്ധിച്ചിടത്തോളം അതിലൊരു നിഷിദ്ധം വരുന്നില്ല. നമുക്ക് നിഷിദ്ധമാകുന്നത് നമുക്കറിയാം ഇത് നമ്മുടെ പണം കൊണ്ടുണ്ടായ പലിശയാണ് എന്ന്, അതുകൊണ്ടാണ് നമുക്ക് നിഷിദ്ധമായത്. എന്നാൽ മറ്റൊരാൾക്കത് കൊടുക്കുമ്പോൾ ആ പ്രശ്നം വരുന്നില്ല. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? ആ മാംസം തടവുകാർക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂൽ അത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പോലും തടവുകാരായ ആളുകൾക്ക് കൊടുക്കാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതേതുപോലെ എന്ന് ചോദിച്ചാൽ, മറ്റൊരാൾ വാങ്ങുമ്പോൾ അത് നിഷിദ്ധമാവാത്തത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, നമ്മളൊരു മുതലാളിയുടെ കീഴിൽ ജോലി ചെയ്യുന്നു എന്ന് കരുതുക. ഒരു മുസ്ലിമായ ഒരു വ്യക്തി ഒരു മുതലാളിയുടെ കീഴിൽ ജോലി ചെയ്യുന്നു. ജോലി ചെയ്തു കഴിഞ്ഞാൽ വൈകുന്നേരം നമുക്ക് കൂലി വാങ്ങാം. അദ്ദേഹം കൂലി തരുന്നു, നമ്മൾ വാങ്ങുന്നു. നമ്മൾ പണിയെടുത്തതിൻ്റെ കൂലിയാണ് വാങ്ങുന്നത്. എന്നാൽ ആ പണം അയാൾക്ക് എങ്ങനെ കിട്ടി എന്നുള്ളത് കൂലി വാങ്ങുന്ന ആളെ ബാധിക്കുന്ന വിഷയമല്ല. അതൊരു പൊതു തത്വമാണ്. ഇതേപോലെ തന്നെയാണ് ഒരു ഫക്കീറിനും മിസ്കീനും നമ്മൾ പണം കൊടുക്കുമ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊടുക്കുന്നു, അയാൾ വാങ്ങുന്നു, അയാൾക്കത് ബാധകമല്ല.
പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വാങ്ങുന്ന ഒരു പണം, നമ്മളെടുക്കുന്ന ഒരു പണം, അത് ഹലാലാണോ ഹറാമാണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അതാണ് അതിനെ സംബന്ധിച്ച് പറയുവാനുള്ളത്. മറ്റൊരാളെ സംബന്ധിച്ചിടത്തോളം അത് നിഷിദ്ധമല്ല, നമുക്ക് പക്ഷേ അത് ഹറാമാവാനുള്ള കാരണം ഈ പറഞ്ഞതാണ്. ഇനി മറ്റൊരു ചോദ്യം, ഇതിന് സദഖയുടെ പ്രതിഫലം ലഭിക്കുമോ എന്നാണ്. നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ സാധാരണ നമ്മുടെ ഹലാലായ ധനത്തിൽ നിന്ന് നമ്മൾ പണം കൊടുക്കാറുണ്ട്. അത് സദഖയാണ്, അതിൽ നിന്ന് തന്നെയാണ് നമ്മൾ സക്കാത്തും കൊടുക്കേണ്ടത്. അതെല്ലാം വിശിഷ്ടമാണ്, അതിനൊക്കെ കൂലിയുണ്ട് എന്നുള്ളത് അറിയപ്പെട്ട കാര്യമാണ്. എന്നാൽ ഈ രൂപത്തിൽ പലിശ ഇനത്തിൽ ലഭിക്കുന്നത് നമ്മൾ കൊടുക്കുമ്പോൾ അതിന് സദഖയുടെ പ്രതിഫലം ഉണ്ടാകുമോ? സദഖയുടെ പ്രതിഫലം അതിനുണ്ടാവുകയില്ല എന്നുള്ളതാണ് പ്രബലമായ പ്രമാണത്തോട് യോജിക്കുന്ന അഭിപ്രായം. അതിനുള്ള തെളിവ് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണാം. അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നല്ലാഹ ത്വയ്യിബുൻ, അള്ളാഹു നല്ലവനാണ്, ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ, നല്ലതല്ലാത്തതൊന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അപ്പോൾ ഹറാമായ ഒരു ധനത്തിൽ നിന്ന് സദഖ ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുകയില്ല. അതൊന്നുകൂടി വ്യക്തമായി മറ്റൊരു ഹദീസിൽ കാണാം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ തസദ്ദഖ ബിഅദ്ലി തംറത്തിൻ മിൻ കസ്ബിൻ ത്വയ്യിബിൻ, ഹലാലായ സമ്പാദ്യത്തിൽ നിന്ന് ആരെങ്കിലും ഒരു ഈത്തപ്പഴത്തിൻ്റെ അത്രയും അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ കഷ്ണം, ഒരു പകുതിയെങ്കിലും സദഖ ചെയ്താൽ, വലാ യഖ്ബലുല്ലാഹു ഇല്ല ത്വയ്യിബ്, നല്ലതല്ലാത്തതൊന്നും അള്ളാഹു സ്വീകരിക്കുകയുമില്ല, വ ഇന്നല്ലാഹ യതഖബ്ബലുഹാ ബിയമീനി, അള്ളാഹു അത് വലത് കൈകൊണ്ട് സ്വീകരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ പ്രത്യേകം പറഞ്ഞു, ഒന്ന് മിൻ കസ്ബിൻ ത്വയ്യിബിൻ, ഹലാലായ സമ്പാദ്യത്തിലൂടെ. പലിശ ഇനത്തിൽ കിട്ടിയത് ഹലാലല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ അതിൽ നിന്ന് കൊടുക്കുന്നത് സദഖയായി പരിഗണിക്കപ്പെടുകയില്ല എന്ന് ഈ രണ്ട് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ അതിന് യാതൊരു പ്രതിഫലവും ലഭിക്കുകയില്ല എന്നാണോ? അല്ല, മറിച്ച് അങ്ങനെ ലഭിക്കുന്ന പണം നമ്മൾ പാവങ്ങൾക്ക് കൊടുത്ത് ഒഴിവാക്കുന്നതിൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ നേട്ടം എന്നുള്ളത് നാം നമ്മുടെ ദീനിനെയും നമ്മുടെ അഭിമാനത്തെയും സംരക്ഷിച്ചു എന്നാണ്. ഹലാലാണോ ഹറാമാണോ എന്ന് സംശയമുള്ള വിഷയത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? വമൻ ഇത്തഖ ശുബ്ഹാത്ത് ഫഖദ് ഇസ്തബറഅ ലിദീനിഹി വഇർദി. സംശയകരമായ വിഷയങ്ങൾ ആരെങ്കിലും ഒഴിവാക്കിയാൽ അവൻ തൻ്റെ മതത്തെയും അഭിമാനത്തെയും സംരക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ പൂർണ്ണമായും ഹറാമാണ് എന്ന് നമുക്കുറപ്പുള്ള ഒന്ന് നമ്മൾ ഉപേക്ഷിക്കുന്നതായാൽ, അത് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൊടുക്കുന്നതായാൽ, നിശ്ചയം നമ്മൾ നമ്മളുടെ അഭിമാനത്തെയും മതത്തെയും സംരക്ഷിക്കുന്നു.